ഹലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 2 പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള 2 പ്രൊഡക്റ്റിൻ്റെ ഒരു ജെന്യുവിൻ റിവ്യൂ പറയാമെന്ന് കണ്ട് വന്നതാണ്. ഒന്ന് ഇത് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ. അപ്പോൾ ഇത് ആർക്കെങ്കിലും വാങ്ങി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ചെയ്തോട്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ ഞാനിത് അപ്ലൈ ചെയ്തിട്ടില്ല, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിത് വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ കൈ വിരലുകളിലും കൈമുട്ടിൽ കാലിലൊക്കെയാണ്. അതായത് ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഇത് ഉപയോഗിച്ച് നോക്കിയാൽ ശരിക്കും പിഗ്മെൻറ്റേഷൻ കുറയാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. ആദ്യത്തെ ഇതിലൊന്നും ഒരു വിസിബിളായിട്ട് റിസൾട്ട് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ കണ്ടിന്യൂസ്ലി നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണ ഇത് യൂസ് ചെയ്താൽ മതി. ഇതെന്നും ഉപയോഗിക്കരുത്. സ്കിന്നിനത് ഗ്ലൈക്കോളിക് ആസിഡ് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മെഡിക്കൽ പരമായിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും പറയുന്നത് എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എപ്പോഴും നൈറ്റ് ടൈമിലാണ്. കാരണം ഞാൻ വെളിയിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സണ്ണിനോട് കൂടുതൽ എക്സ്പോഷർ ആകുന്ന ടൈമിൽ ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പം നൈറ്റ് ഞാൻ യൂസ് ചെയ്യും. ഞാൻ യൂസ് ചെയ്ത വിധം എന്ന് വെച്ചാൽ ഇത് ആഴ്ചയിൽ 2 തവണ, അതായത് ഇപ്പോൾ ഒരു മൺഡേ തേക്കുവാണെങ്കിൽ ഞാനൊരു തേഴ്സ്ഡേ ആയിരിക്കും പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അത്രയും എൻ്റെ പിഗ്മെൻറ്റുള്ള ഏരിയകളിൽ ഞാനിത് കയ്യിൽ എടുത്തിട്ട് ഒന്ന് പുരട്ടി കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം ആ ഭാഗത്ത് മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ യൂസ് ചെയ്ത് കൊടുത്തു. എൻ്റെ കൈക്ക് ഇവിടെ കളർ നല്ല ഡിഫറൻസ് ആയിരുന്നു. ഈ പോർഷനും ഇവിടെയുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ഡാർക്ക്നെസ് കൂടുതലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഈവൻ സ്കിൻ ടോൺ ആയിട്ട് ഫീൽ ചെയ്തു. എൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ കാലിൽ നമ്മൾ വെയിൽ കൊള്ളുന്ന ഭാഗം നമ്മൾ ചെരുപ്പൊക്കെ ഇടുന്ന ഭാഗത്ത് എപ്പോഴും വെയിൽ അടിച്ചിട്ട് നമുക്ക് ടാൻ കൂടുതലാകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിലും ഞാനത് തേച്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം എനിക്ക് നല്ലൊരു ഈവൻ സ്കിൻ ടോൺ കളർ ആയതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് ഇത് ആർക്കെങ്കിലും വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ അത് കുറച്ചെടുത്താൽ മതി. ഞാനിത് പുതിയ ബോട്ടിലാണ് അല്ലേ, എന്നിട്ടും ഇത്രയുമേ എനിക്ക് ആയിട്ടുള്ളൂ. ഞാനൊരു 2 months ആയിട്ടുള്ളൂ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ നമുക്ക് വളരെ കുറച്ച് മതി. അതെടുത്ത് കയ്യിൽ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്കിത് വർക്കായി. പിന്നെ ഇത് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ഒന്ന് പാസ്ചറൈ ചെയ്തിട്ട് ഇതിനധികം ഓർഡിനറിയുടെ പ്രൊഡക്ട്സിനൊന്നും അധികം വിലയില്ല. ഇവിടെ വിലയില്ല. എനിക്ക് നാട്ടിൽ ഇതിനെത്ര രൂപ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ അധികം വിലയില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്. മറ്റുള്ള ബ്രാൻഡ്സിനെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനധികം പൈസ ആകാറില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ വാങ്ങി ഉപയോഗിച്ചോളൂ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും സെൻസിറ്റിവിറ്റി ഉള്ളവർക്കൊക്കെയാണ് ചിലപ്പോൾ ഇറിറ്റേഷൻ ആവുമോ അങ്ങനെ ഉണ്ടോയെന്നറിയില്ല. എനിക്കിതും വർത്തായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കയ്യിലും കാലിലുമാണ് ഞാൻ ഉപയോഗിച്ചത്, ഫേസിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വെളുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് പറയുന്നത്, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ. അതായത് നമുക്ക് ചിലർക്ക് ചില ഏരിയകളിൽ പിഗ്മെൻറ്റേഷൻ കൂടുതലായിരിക്കും. ചിലപ്പോൾ മുഖത്തുള്ളതിനേക്കാളും കൂടുതൽ പിഗ്മെൻറ്റഡ് ആയിരിക്കും കൈക്ക്. ചിലവർക്കാണെങ്കിൽ ഫേസിലും ഉള്ളവരുണ്ട്. അത് ഫേസിൻ്റേത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അത്ര ഒരു ഇതില്ല ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാൻ. കാരണം ഗ്ലൈക്കോളിക് ആസിഡാണ്. ചിലപ്പോൾ ചിലർക്ക് അത് വർക്കാവും. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിത് വർക്കായി. അതുകൊണ്ട് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഓർഡിനറിയുടെ മറ്റൊരു പ്രൊഡക്റ്റോട് പറഞ്ഞു തരാം, സാലിസിലിക് ആസിഡ്. ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും ഒക്കെ. പക്ഷേ ഇതും എന്നും ഡെയിലി യൂസ് ചെയ്യരുത്. പിന്നെ ഇതും പിഗ്മെൻറ്റേഷനും വർക്കാവുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതെനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം ഇത് വർക്കാവുന്നുണ്ടെന്നുള്ളത് അറിയില്ല. പക്ഷെ ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ നല്ലൊരു എക്സ്ഫോളിയേറ്ററായിട്ട് തന്നെ ഇതും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്കിൻ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളവർക്കോ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചില പ്രോഡക്ട്സ് ഒന്നും എല്ലാവരുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നില്ല. പക്ഷേ എനിക്കിത് നല്ല വർത്തായിട്ട് തോന്നി. ഇത് ഓർഡിനറിയുടെ തന്നെ സാലിസിലിക് ആസിഡാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മതി. ഇത് ഈ സെറം കുറച്ച് മാത്രം മതി. പിന്നെ ഇത് തേച്ചിട്ട് നമ്മൾ വെയിലധികം കൊള്ളാൻ പാടില്ല. കാരണം നമ്മുടെ സ്കിന്ന് ഇത് തേച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് തന്നെ അതായത് പീലിംഗ് ചെയ്യാനുള്ള ഇതും സെൻസിറ്റിവിറ്റി കൂട്ടാൻ, സ്കിന്നിനെ കൂടുതലാക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മളിത് സൺസ്ക്രീനൊക്കെ ഇത് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കിടക്കുക. എന്നിട്ട് നേരം വെളുത്ത് നമ്മൾ വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഇത് ഉപയോഗിച്ചതിന് ഉള്ള അതായത് നെക്സ്റ്റ് ഡേ.
അപ്പോൾ സോ അതുകൊണ്ട് പിന്നെ കണ്ണിൽ ഒന്നും ആവാതെ നോക്കുക. അങ്ങനെ ഇതൊരു ആസിഡ് ആണല്ലോ, അപ്പോൾ എന്തായാലും അത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഈ സാലിസിലിക് ആസിഡും ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഓർഡിനറിയുടെ അധികം പൈസ ഇല്ലാത്തത് കൊണ്ട് ഇത് ആർക്ക് വേണേലും വാങ്ങി ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും സ്കിൻ ഒരുപോലല്ല, ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം അതാണ്. എല്ലാവരും സ്കിൻ ഒരുപോലല്ല. ഞാനാണേലും പല സാധനങ്ങൾ വാങ്ങിയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കും എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്ന്, എന്നിട്ട് മാത്രമേ ഞാനത് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെ നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.